ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. എല്ലാ തവണയും പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു മുട്ട മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തത്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ പാലിൻ്റെ നനവ് നമ്മുടെ റവയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരിട്ട് കുഴച്ചെടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക. ഞാനിവിടെ സിലിണ്ടർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ എല്ലാം ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ചെടുക്കുന്ന ഓയിലിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇട്ട ഉടനെ മറിച്ചിട്ട് കൊടുക്കാതെ ഒരു ഭാഗം ഒന്ന് കുക്കായതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അകമൊക്കെ വെന്ത് കിട്ടും. വലിയ സൈസിൽ ആക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.